അതെ, ഒരുപാട് ബുദ്ധിമുട്ടി ഗോഷ്ടി കാണിക്കല്ലേ. അല്ലേലും ആ മോന്തായം അങ്ങനെ തന്നെ ഇരിക്കണേ. പോയി കണ്ണാടി നോക്കിയാട്ടെ. തമാശക്ക് അല്ല, എങ്ങടാ ഈ മൂവന്തിക്ക്? ശങ്കരേട്ടന്റെ പിടിയിലേക്ക്. ഊണ് അവിടെ പറഞ്ഞിരിക്കണേ. ആ, വെളിച്ചം എന്തെങ്കിലും എടുത്തോ. എഴുജന്തുക്കൾ ഒത്തിരി ഉള്ള സ്ഥലാ. അതെ അതെ, എല്ലാം നല്ല വിഷമുള്ള ജാതികളാ. ഇനി ഭയപ്പെടാതൊന്നുമില്ല. എന്നാ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. എന്റെ കണ്ണീരിന്റെയും പ്രാർത്ഥനയുടെയും ഫലം ഇത്. വാ ചേട്ടാ, കഴിക്കാം. ചേട്ടന് ഇഷ്ടമുള്ള കഞ്ഞിയും പുഴുക്കും ഒക്കെ ഉണ്ട്. നമസ്കാരം. ഇല്ലത്തെ താമസമൊക്കെ എങ്ങനെയുണ്ട്? പിന്നെ പരമസുഖമല്ലേ. അങ്ങനെ തന്നെ വേണം. ഞാൻ അതിന് തന്നെ കണ്ട് നന്ദി പറയാൻ. അതിന്റെ ആവശ്യമൊന്നുമില്ല. അയ്യോ, എന്നാലും എന്റെ ഒരു മനസന്തോഷത്തിനെ. ഇങ്ങനെയാണോ നന്ദി പറയുന്നത്? നീ എന്താ എന്നോട് പറഞ്ഞത്? പറഞ്ഞു. ആ വീട്ടുകാരോട് സമ്മതം വാങ്ങിച്ചല്ലോ. അതൊക്കെ പോട്ടെ, അതൊക്കെ പോട്ടെ. നീ എന്തിനാണ് സാറിനെ അകത്താക്കി പുറത്തു നിന്ന് കുറ്റിയിട്ടിട്ട് പോയത്? പുറത്തുനിന്ന് കുറ്റിയിട്ടെന്നോ? അറിയാതെ പറ്റിപ്പോയതാ. കുറ്റി അടിച്ചിളക്കായിരുന്നില്ല. കുറ്റി അടിക്കരുത്, അടിക്കരുത്. ഞാൻ സത്യം പറയാം. അതെ, കുറച്ച് കാശിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. അവര് ചേട്ടാ, 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 പിന്നെ തുടങ്ങിയല്ലേ ടീച്ചർ. മൂപ്പരെ, പിന്നെ മച്ചിമേ മുറി താമസിക്കാനേ ഞങ്ങളെ സമ്മതിച്ചിട്ടുള്ളൂ. ഇവിടെ തല കുത്തി വീഴാനൊന്നും പറ്റത്തില്ല കേട്ടോ. ഒരാൾക്ക് ആപത്ത് പറ്റുമ്പോഴാണോ ഗിരിജ തമാശ പറയുന്നത്? ആപത്ത് പറ്റിയത് ഞങ്ങൾക്കല്ലേ. ഇന്ന് ഉച്ച തിരിഞ്ഞത് മുതൽ ഞങ്ങളുടെ കഷ്ടാലം തുടങ്ങി. ഇവിടെ കാല് കുത്തിയപ്പോ തുടങ്ങി എന്റെ ഗ്രഹപ്പഴ. എങ്കിൽ പിന്നെ ഈ ഗ്രഹപ്പഴയുടെ സ്ഥലത്ത് എന്തിനാ കെട്ടിപ്പിടിച്ച് കിടക്കണേ? പോയിക്കൂടെ? ഗിരിജെ, ആ വിളക്കൊന്ന് കാണിച്ചു കൊടുക്ക്. വേണ്ട, എനിക്ക് ആരുടെയും സഹായം വേണ്ട. നിങ്ങൾ സർക്കസ് കാണിച്ചാലേ നശിച്ചു പോകുന്ന ഞങ്ങളുടെ കോണിപ്പടിയാ. ഡേ, ഇതൊന്ന് കാണിച്ചു കൊടുക്ക്. ഈ പടി പഴയ തടിയല്ലേ, അതുകൊണ്ട് സൂക്ഷിച്ച നമ്മുടെ തടി. അധികം ബലം കൊടുക്കണ്ട. ഇതാണ് ഗിരിജയുടെ പ്രകൃതം. സംസാരത്തിന് ഒരിക്കലും ബെല്ലും ബ്രേക്കും ഉണ്ടാവില്ല. സാർ ഇതൊന്നും കാര്യമായിട്ട് എടുക്കരുത്. ഹേയ്, എനിക്ക് ആ കുട്ടിയെ ഇഷ്ടാ. ഞാൻ പണ്ട് നാട്ടിൽ പഠിപ്പിച്ചിരുന്ന ട്യൂട്ടോറിയൽ കോളേജിൽ എനിക്കൊരു സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു, മായ. നല്ല മിടുക്കി കുട്ടി. ആ കുട്ടിയുടെ അതേ പ്രകൃത ഈ ഗിരിജയ്ക്കും. ഞങ്ങൾ അധ്യാപകർക്കെല്ലാം വലിയ പ്രതീക്ഷയായിരുന്നു ആ കുട്ടിയിൽ. ഒരു എക്സ്കർഷനിടയിൽ പുഴയിൽ കുളിക്കാനിറങ്ങി ചുഴിയിൽപ്പെട്ട് ആ കുട്ടി മരിച്ചു. ആ മായയുടെ അതേ നോട്ടവും വർത്താനവും ഒക്കെ ഈ ഗിരിജയ്ക്കും. ആ മായ പോലെ തന്നെ ഒരു ദുഃഖ കഥാപാത്ര ഗിരിജയും. ഇങ്ങനെ ചിരിച്ചു കളിച്ച് നടക്കുന്നതേ ഉള്ളൂ. അതിൻ്റെ കാര്യം വലിയ കഷ്ടം. സാറിനറിയോ, ആ കുട്ടി ചേപ്പാട്ടൂർ ഇല്ലത്തെ അല്ല. പിന്നെ ഗിരിജയുടെ അമ്മ ഇല്ലത്തെ അടിച്ചുകളിക്കാരിയായിരുന്നു. തമ്പുരാട്ടിമാരുടെ അച്ഛനുള്ള കാലത്ത് അദ്ദേഹത്തിൻ്റെ പഴയ ഒരു ചങ്ങാതി, തെക്ക് നിന്ന് വന്ന ഒരു നക്സലൈറ്റുകാരൻ സാറ് താമസിക്കുന്ന ഈ മുറിയിൽ ഒളിച്ച് താമസിച്ചിരുന്നു. മൂപ്പർക്ക് ആഹാരം ഈ മുറിയിൽ കൊണ്ടുവന്ന് കൊടുത്തിരുന്നത് ആയമ്മയായിരുന്നു. ആ പോക്കുവരവിൽ അയാളുമായിട്ട് ആയമ്മ അടുത്തു. ആ ബന്ധത്തിലുണ്ടായതാണ് ഈ ഗിരിജ. ഗിരിജ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അമ്മ മരിച്ചു. കുറച്ചുനാൾ കഴിഞ്ഞ് വയനാട്ടിൽ എവിടെയോ വെച്ചുണ്ടായ പോലീസ് വെടിവെപ്പിൽ അച്ഛനും മരിച്ചു. ആരോരുമില്ലാത്ത ആ കുട്ടിക്ക് പിന്നെ ഇവിടെ ഉള്ളവരായി എല്ലാം. ആ, എന്നാ സാറ് കിടന്നോ, നാളെ കാണാം.
സാറേ ആ ഏത് പടിയാ ഒടിഞ്ഞിരിക്കണേ? അതിപ്പോ എങ്ങനെയാ പറയുന്ന അപ്പുക്കുട്ട? വീണാലല്ലേ പറയാൻ പറ്റൂ. അയ്യോ വേണ്ട, റിസ്ക് എടുക്കണ്ട സ്വാമിയേ. എത്രാമത്തെ പടിയുന്നാ? ഒടിഞ്ഞത് പടിയല്ല, എന്റെ നടുവാ. എന്റെ ഈശ്വര, ഇവർ രണ്ടുപേരും കൂടി ഈ ഇല്ലടിച്ച് നിരത്തും. വീഴുന്നേരം മാറി, വീഴാത്തവർക്കൊരു അവസരം കൊടുക്കണേ. കുറച്ചൊരു പോക്ക് തട്ട്. വലതുകാലിൽ വെച്ച് കയറിയപ്പോഴേ ചവിട്ടിയ പടി തകർന്നു. എന്റെ ഭഗവാനെ, ഇനി എന്തെല്ലാമാണോ തകരാൻ പോണത്? തലമണ്ട. എന്താ പറഞ്ഞേ? അല്ല, ഇന്നലെ വീണപ്പോ എന്റെ തലമണ്ട തകർന്നു എന്ന് പറയായിരുന്നു. അത് സാരമില്ല, അതിനകത്തൊന്നും ഇല്ലല്ലോ. അത് ശരിയാ, നമ്മുടെതാണെങ്കിൽ കുറച്ച് കളിമണ്ണെങ്കിലും ഉണ്ടാവുമല്ലോ. എന്തായത് എല്ലാവരും ചുവപ്പും അരിവാളും ചുറ്റിയൊക്കെ ആയിട്ട് വല്ല പ്രകടനവും മറ്റോ ഉണ്ടോ? പ്രകടനമുണ്ട്. ഇപ്പോഴല്ല, വൈകിട്ട്. തലകുത്തി മറിച്ചില്, ഒറ്റക്കാല നിപ്പ്. വൈകിട്ട് വന്നാ കാണാം. ടിക്കറ്റ് സൗജന്യ. ദേ നിൽക്കണു അഭ്യാസി. ഓ പിന്നെന്താ, ഞാൻ റെഡി. പക്ഷെ ഇപ്പൊ ഈ മനുഷ്യന്മാരുടെ അഭ്യാസങ്ങൾക്ക് വലിയ മാർക്കറ്റില്ലെന്നാ കേൾക്കുന്നത്. ഈ സർക്കസുകാരുടെ പോസ്റ്റർ കാണാറില്ലേ? പ്രകടനം മുഴുവൻ കൈയടക്കി വെച്ചിരിക്കുന്നത് ചിമ്പൻസികളും സിംഹവാലിനും ഒക്കെ. ഇനിയിപ്പോ ഏതായാലും അതിനൊരു കുറവും ഉണ്ടാവില്ല. സോറി കേട്ടോ. പെണ്ണുങ്ങളുടെ മേലെയാണ് വീഴുന്നത്. അതിനല്ലേ സോറി പറഞ്ഞത്. സോറി. സോപ്പ് ബ്രഷ്. എടുത്തി സിനിമയിലൊക്കെ നായകൻ നായകൻ പ്രേമിച്ചു തുടങ്ങുന്നതേ ഇങ്ങനെ മേലെ വീണിട്ടാ. ഏടത്തേക്ക് ഇപ്പൊ അയാളുടെ വല്ല പ്രേമം തോന്നി തുടങ്ങി. ഓടി അവളുടെ ഒരു തമ്പുരാട്ടി, ഇനി ഇത് നന്നാക്കാൻ ആശാരിനെ വിളിക്കുന്ന നല്ലത്. പാവം ആ കുട്ടിയുടെ നടുവൊടിഞ്ഞ. ഓ, അപ്പൊ എന്റെ നടുവൊടിഞ്ഞ തനിക്ക് പ്രശ്നമൊന്നുമില്ല. അല്ല, സാറിന്റെ നടുവും അതേപോലെ ദാ ആ ചാല് കിടന്ന് അപ്പുറത്താണ് കുളം. ആ, എന്നാ ഞാൻ പുറപ്പെടാ സാറേ. ഓ ശരി. അയ്യേ, എന്താ ഇത്? ഞാൻ വീണതാ. നിങ്ങൾക്ക് പെണ്ണുങ്ങളുടെ കട മാത്രമേ കണ്ടുള്ളൂ? പെണ്ണുങ്ങളുടെ കടവാണെന്ന് അറിഞ്ഞപ്പോഴേക്കും വീണുപോയി. നിങ്ങൾ ഇവിടെ കൃഷി ഓഫീസറാൻ വന്നതോ അതോ വീഴാൻ വന്നതോ? അയ്യോ, ചത്തുപോയോ? ആ,